സോ യെസ് കേസ് നമ്മൾ നമ്മുടെ കണ്ടിന്യൂവേഷൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫിൻലാൻഡിലോട്ട് പോകുന്നത്. നിങ്ങൾ നേരത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതാണ് നമ്മുടെ വീഡിയോയുടെ തമിഴിൻ്റെ ലേറ്റസ്റ്റ് വന്ന വീഡിയോ ആണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്ക് നേരെ നമ്മുടെ ഫിൻലാൻഡിലോട്ട് പോകാം. അവിടെ എന്ന് പറയുന്നത് നമ്മൾ വീട് വെച്ച് സെറ്റിലായിട്ടുള്ള സ്ഥലമാണ് സുഹൃത്തുക്കളെ. ഒരു കോമൺ വീടുണ്ട്, പിന്നെ അല്ലാണ്ട് ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാനല്ല പണിയുന്നത്, അവോക്സിയാണ് പണിയുന്നത്. ദൈവം നമുക്ക് ഇൻഡസ്ട്രിയൽ ഏരിയ ചെയ്ത് ഫിൻലാൻഡ് അങ്ങോട്ട് എന്താണെന്ന് ഞാൻ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. അത് നോക്കാം, നോക്കും. പിന്നെ അടുത്ത എപ്പിസോഡിൽ ലെറ്റ്സ് ഗോ. ഇനി ഓടി നമ്മളിങ്ങനെ എത്തണം. കുറച്ചുണ്ട് ഗൈസ്. ഓവർ വേൾഡിൽ കൂടെ ആണെങ്കിൽ കുറച്ച് അധികമുണ്ട്. ഇതിപ്പോൾ നെതറിൽ കൂടെ ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. സോ യെസ് ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം. ലെറ്റ്സ് ഗോ. സോ യെസ് ഗൈസ്, സോ ഇതാണ് നമ്മുടെ ഫിൻലാൻഡ് ഗൈസ്. ഇത് ഫുള്ള് പണിതേക്കുന്ന അവോക്സിയാണ്, ഫുൾ ക്രെഡിറ്റ് അവോക്സിക്കാണ്. പിന്നെ നമ്മുടെ ആൻഡ്രൂക്ക് ഇത് എടുത്തു കൊടുത്തിട്ടുണ്ടാവും, റിസോഴ്സ് എടുത്തു കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഇതിൽ തേങ്ങ ചെയ്തിട്ടില്ല സത്യം പറയാനും. ഇവിടെ ഹാപ്പി കാസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഷിപ്പ്, മറ്റേ ബോട്ട് ഇതുപോലെ എന്തിനാണ് പറയുന്നത് അത്. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ അകം കാണിച്ചു തരാം. ഇപ്പം ഇവിടെ പുറത്തുനിന്ന് കാണിക്കുകയാണെങ്കിൽ ഇവിടെ കുറേ കൗവിനെ മറ്റേ പശുവിനെ വെക്കുന്ന സ്ഥലമുണ്ട്. ഇത് നമ്മുടെ ലെതർ ബോട്ടിലാണ്. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മളൊരു ചിക്കനെ കുറച്ച് മാത്രമേ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ലോഡ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. പിന്നെ മേളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു വീറ്റ് ഫാം സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്റ്റോറേജ്, മറ്റേ സ്മോക്കർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവിടെ അതൊക്കെ തന്നെയാണ്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ എൻചാൻറ്റിങ് ഏരിയ, നമ്മുടെ ലൈബ്രറി വെച്ചിട്ടുണ്ട്. പിന്നെ മേളിലോട്ട് വരുമ്പോഴാണ് റൂം. ഇത് അവോക്സിയുടെ റൂമാണ്. എസ്തെറ്റിക്സ് ലെറ്റ്സ് ഗോ. ഇനി എൻ്റെ റൂം കാണിച്ചു തരാം. എൻ്റെ റൂം ഇതാണ് ഗൈസ്. എൻ്റെ റൂം സിമ്പിൾ റൂം. ഇത് നമ്മുടെ പട്ടിയാണ്. ഹലോ ബ്രോ, കഴിച്ചു. കാരണം നമ്മളെ റോക്കി ബായി ആണ്. നെയിം ടാഗ് വെച്ച് പേരിടാൻ പറ്റുമോ തോന്നുന്നു, പക്ഷെ നെയിം ടാഗ് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് നമ്മളെ പേരിട്ട് റോക്കിയാണ്. ഇവിടെ നമ്മളെ മറ്റേ ടോട്ടോ ഫണ്ടൈങ് ഉണ്ട്. അത് പറഞ്ഞാൽ നമ്മളതിൽ കയ്യിൽ ഇരിപ്പുണ്ട്. സോ ഇതാണ് നമ്മുടെ സാധനം. ഇതിൻ്റെ അകത്ത് വലിയ ഹോഴ്സ് ആർമുണ്ട്. നമ്മൾ ഹോഴ്സിൻ്റെ പറഞ്ഞത്തിൽ പിടിക്കണം. അത് നമുക്കൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഇതൊന്നും എല്ലാം കാണിച്ചു തരാനുള്ളതാണ് നമ്മുടെ ഈ പരിപാടി. ഇത് പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ഈ ഡയറക്ഷനിലോട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് എസ്തെറ്റിക്സിനായിട്ട് ഈ നമ്മുടെ ഇതിലെ ചെറിയ ബ്ലോസം കുറേയാണ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് മൊത്തം ഈ ഏരിയ അതിൻ്റെ ഇതാക്കാനാണ്. കാരണം ഈ മലയുടെ മേളിൽ ഫുള്ള് ചെറിയ ബ്ലോസാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്ത് വെച്ചാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ മൊത്തത്തിലുള്ള പരിപാടി. അങ്ങനൊക്കെ കേവൊക്കെ ഉണ്ട്. ഇവിടെ വരെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. മേളിൽ കണ്ട ചെറിയ ദിവസം. സോ അങ്ങനെ കുറച്ച് എന്നാലും കുഴപ്പമില്ല. സോ ഇതാണ്. പിന്നെ ഇതൊരു ബ്രിഡ്ജാണ്. ഇതും അവോക്സിയാണ് പണിതാണ്. ഈ ബിൽഡിങ് ഫുള്ള് പണിത് വെച്ചാൽ അവോക്സിയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഇതുമില്ല. ഇതാകണ്ട ഇതൊക്കെ പിടിപ്പിച്ച് എനിക്ക് തോന്നുന്നു അവോക്സിയാണ്. അതാണ് അവോക്സിയുടെ പ്രത്യേകത ഞാൻ പറയാം. പുള്ളി കളിക്കണത് മൊബൈലിലാണ്. അവൻ മൊബൈൽ വെച്ചാണ് ഇത്ര ഉണ്ടാക്കിയത്. ഞാൻ ഇതിൻ്റെ അകത്തൊരു തേങ്ങ ഉണ്ടാക്കിയിട്ടില്ല ഇത്ര നേരമായിട്ട്. വെറുതെ ഇങ്ങനെ ഓടി നടക്കുന്നതല്ലാണ്ട്. പിന്നെ ഇത് ഇപ്പൊ അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഇതിന്റെ പ്ലാനിന് എന്തോ ഒരു പ്രശ്നം പറ്റിയോണ്ട് അവൻ ഇപ്പൊ ഹോൾഡ് ഓൺ ചെയ്തേക്കാണ്. അത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആൻഡ്രൂക്കിന് വേണ്ടി അവോക്സി പണിതുകൊണ്ടിരിക്കുന്ന വീടാണ്. നമുക്ക് വേണമെങ്കിൽ പണിയിക്കാനാണ് കേട്ടോ. പട്ടിപ്പണി പുള്ളി എല്ലാം പണിത് നമ്മൾ പോയി വെറുതെ ഇരിക്കുക. അത് കാര്യമില്ല. സോ എന്തായാലും ചെയ്യാം നമുക്ക്. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്ത് വേണ്ട കേസ്. ഇത് ഈ സൈഡിൽ കാണാൻ മാറി സൺറൈസ് സെറ്റാ. അത് ചന്ദ്രനല്ലേ. അപ്പൊ ഇവിടെ നിന്നായിരിക്കും സൂര്യൻ. ഹൗ എവർ എന്തായാലും. സോ ഇതിങ്ങനെ പാത്തേ പോകുന്നത് ഒരു ബ്രിഡ്ജിലോട്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അവോക്സിന്റെ പണിതാണ്. ഇതിന്റെ ശരിക്കും അവന്റെ സമ്മതിക്കണം കേട്ടോ. ഇത്രയൊക്കെ പണിതുണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാലേ. ഇത് ഇവിടെ നിന്ന് കണ്ട ഇതിന് നേരെ കാണുമ്പോൾ ഇതാണ്. പിന്നെ ആ മല കയറി പോകുന്ന ആ ഡയറക്ഷൻ കണ്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റേ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ടൊരു വാക്കിംഗ് ഏരിയ കണക്ട് ആവും.
സോ അത് കുറച്ചധികം ദൂരമുണ്ട് വരുന്നത്, നല്ല ദൂരമുണ്ട്. എലൈറ്റർ വെച്ച് തന്നെ നല്ല ദൂരമുണ്ട്. സോ ഞാൻ എലൈറ്റർ എടുത്തിട്ടില്ല. അവന്മാര് പറഞ്ഞാണ് എലൈറ്റർ വെച്ച് തന്നെ നല്ല ദൂരമുണ്ട്. സോ എലൈറ്റർ ഇനി എടുക്കണം നമുക്ക്. കുറച്ച് പണിയുണ്ട്. നമുക്ക് ഈ പാലം ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനാണ് ഇവിടം വരെ വന്നത്. തേങ്ങ ഇപ്പൊ കയറാനും പറ്റി. സോ എടി ഈ മരമൊന്നും ഇവിടെ ഉള്ളതല്ലോ, അവന്മാര് വേറെ ഉള്ളവരുടെ പോയി എടുത്തോണ്ട് വന്നിട്ട് അത് വളർത്തിയതാണ്. എന്തൊക്കെയൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ എന്താന്ന് പോലും. നമുക്ക് ഞാൻ ആ ഇതിന്റെ അവിടെ പോയിട്ട് കാണിച്ചു തരാം. എടേ അവോക്സിന് ശരിക്കും പറഞ്ഞ സമ്മതിക്കണം കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം, ഈ മൊബൈലിൽ വെച്ച് കളിക്കണ ഒരു നല്ല പണിയുള്ള പരിപാടി. അതായത് മൊബൈലിൽ വെച്ച് ഇത്രയും ബിൽഡൊക്കെ ചെയ്യാന്ന് പറയണത് സമ്മതിക്കണം എന്തായാലും. ഏത് സൂര്യൻ വന്നടേ ആ നല്ല സാധനം പറഞ്ഞ് കാണിക്കാൻ വന്നതാണ്. എനിക്കൊരു കാര്യം ചെയ്യും, അപ്പുറം സൈഡിൽ പോയി എന്നാ കാണിച്ചു തരാം. അല്ല ഇവിടെ തന്നെ കാണിക്കാന്ന്, ഇവിടെ കാണിച്ചു തരാം. കണ്ടോ ചെക്കൻ വളർന്നു വെച്ചേക്കണ ഇതൊക്കെ സമ്മതിക്കണ്ടേ ഇതിനെ. പിന്നെ നമ്മള് ഇനിയിപ്പോ ഒരു പ്ലാൻ നോക്കി, 2 ടീം ഉണ്ടല്ലോ. ഇപ്പൊ ബേസിക്കലി നമ്മള് 2 ടീമായിട്ട് കളിക്കണം. ചാത്തൻ കളിക്കാനുണ്ട്. സോ അവരുടെ വില്ലേജിലെ സാധനം കണ്ടെങ്കിൽ ചാത്തന്റെ അതിലോട്ട് പോയാൽ മതി. അയ്യോ ഇതിപ്പോ ഞാൻ കുടുങ്ങിയല്ലോ. അല്ല അപ്പുറത്ത് അവരുടെ വില്ലേജിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാണ്ട് ചാത്തന്റെ വീഡിയോ അല്ലെങ്കിൽ ലൈവ് കണ്ടാൽ മതി. ലൈവ് ആണെന്ന് തോന്നുന്നു പുള്ളി പകുതി കൂടുതൽ. സോ ഇതാണ് റൂട്ട്. ചാത്തന്റെ ഇതും ഒരുവിധം നല്ല ദൂരത്തിലാണ് കേസ്. അവരുടെ ടീമിൽ 3 പേരുണ്ട്, നമ്മുടെ ടീമിൽ 3 പേരുണ്ട്. അങ്ങനെയാണ് പരിപാടി. അവനാണ് അവരുടെ ഗ്രൂപ്പിൽ കണ്ടന്റ് ക്രിയേഷൻ, നമ്മുടെ ഗ്രൂപ്പിൽ ഞാനാണ് കണ്ടന്റ് ക്രിയേഷൻ. സോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് കണ്ടോ, ഇതാ നമ്മുടെ വീടിന്റെ മേളിലുള്ള ടോപ്പിലുള്ള മറ്റേ ഇതാണ് എന്താ ചെറി ബ്ലോസം ആണ്. ഇവിടെ നിന്നാണ് നമ്മുടെ വീടും വില്ലേജും എല്ലാം കൂടെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ കാര്യം ചെയ്യാം, ഞാൻ ഡേർട്ട് വെച്ച് ബ്ലോക്കിന് മണ്ടേ കയറി എന്നിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള സാധനം നോക്കിയാലും. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ എന്തൊക്കെ നടന്ന് എങ്ങനെയൊക്കെയാണ് എലൈറ്റർ ഉണ്ടായിരുന്നെ പറഞ്ഞു കാണിക്കാമെന്ന്. ഇപ്പൊ തൽക്കാലം എലൈറ്റർ ഇല്ലാത്തത് തൽക്കാലം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, രണ്ടു വഴിയില്ല. സോ ഇതാണ് നമ്മുടെ മൊത്തത്തിൽ റൂട്ട് മാപ്പ്. ഇതാണ് നമ്മുടെ പാലം വരുന്നത്. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു അവോക്സി. ഓക്കെ അത് പിന്നെ അതെ ഇതുവഴി നമ്മൾ പാത്ത് ഇങ്ങനെ വരുന്നു. വന്നിട്ട് നമ്മുടെ വീടും അവിടുത്തെ ആ വീട് ഇപ്പൊ കറന്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മെയിൻ ബേസ്. പിന്നെ മേളില് ചെറിയ ബ്ലോസം. പിന്നെ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാത്തന്റെ വില്ലേജ് ആണ്. ഇങ്ങനെ നേരെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡസ്ട്രിയൽ ബേസ് ആണ്. സോ അതൊക്കെ കൂടെ കണക്ട് ചെയ്യണം. അവരുടെ ടീമിനെ കണക്ട് ചെയ്യുന്ന കുഴപ്പമില്ല, നമ്മുടെ വില്ലേജ് എന്തായാലും കണക്ട് ചെയ്യണം. കാരണം അവർക്ക് ഇപ്പൊ എലൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ എയർപോർട്ട് ടൈപ്പ് ഒരു സംഭവം സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതൊക്കെ എപ്പോഴാന്ന് അറിയില്ല. ഇനി പിന്നെ വേറൊരു ഫോർട്ട് പണിയണം. അത് കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. ഞാനല്ല പ്ലാനിങ്. ബേസിക്കലി ഇതിന്റെ പണിയുടെ കാര്യമൊക്കെ കൂടുതൽ അവന്മാരെ പ്ലാൻ ചെയ്യുന്ന. സോ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇതാണ് നമ്മുടെ വില്ലൻ. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, നമ്മുടെ വില്ലൻ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡ്രാഗണെ കൊല്ലാൻ പോകണം. ദാറ്റ്സ് അനദർ തിങ്. ഡ്രാഗണെ കൊല്ലണം, പിന്നെ ലൈറ്റർ എടുക്കണം, പറക്കണം. ലെറ്റ്സ് ഗോ. അതാണ് നമ്മുടെ പരിപാടി. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് എന്ത് ചെയ്യാണ്. ആൻഡ് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കിടിലായിട്ട് നമുക്ക് വരാൻ ഗൈസ്. സോ അതുവരേക്കും ബൈ. ലെറ്റ്സ് ഗോ.